നമ്മളിന്ന് ബോണ്ടി പേ ബോട്ട് എന്ന് പറഞ്ഞൊരു ബോട്ടിനെ നോക്കാൻ പോകുന്നത്. ബി പേ എന്നാണ് ഇതിൻ്റെ ഷോർട്ടായിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് TRX പിന്നെ അരമണിക്കൂർ കൂടുമ്പം USDTയും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് ഒന്നുമില്ലാതെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരിക. ഇവിടെ നമുക്കിവിടെ നമ്മുടെ അസറ്റും വിഡ്രോ എന്ന ഓപ്ഷൻ കാണാം. നമുക്കിവിടെ നടുവിൽ എയർ ഡ്രോപ്പ് എന്നുണ്ട്. അത് നോക്കി കഴിഞ്ഞാൽ 5 മിനിറ്റ് ഇപ്പം 10 മിനിറ്റ് കൂടുമ്പോൾ TRX അരമണിക്കൂറും USDTയും ലഭിക്കുന്നതാണ്. ഇവിടെ വരിക, ക്ലെയിം ചെയ്യുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിൽ കുറച്ച് ടാസ്ക്കൊക്കെ ഉണ്ട്, പിന്നെ പോയിൻറ്റ് സിസ്റ്റമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളത് വെച്ചാൽ USDTയും TRX ആണ്. ഇതിൽ BNB ഷിബൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ഇതുവരെ ഇതിൽ വന്നിട്ടില്ല. നമുക്ക് ഇപ്പോൾ ഉള്ള TRXും USDTയും മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ വിഡ്രോ ചെയ്യാൻ നോക്കാം. ഇത് ബിങ്ങക്സിലേക്കാണ് ഫ്രീ ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുമോ, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ USDT വിഡ്രോ ചെയ്യാം. നമുക്കിവിടെ കാണാം മിനിമം 0.08 USDT വേണം. TRX ആണ്. അപ്പോൾ നമുക്കിവിടെ USDT ആകുമ്പോൾ 0.015 ആണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഓൾ കൊടുക്കാം, കൺഫേം കൊടുക്കാം. ഞാൻ ഓൾറെഡി എൻ്റെ ബിങ്ങക്സിൻ്റെ UID ഇതിൽ കൊടുത്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ വിഡ്രോ കൺഫേം ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടുന്ന് വിഡ്രോ സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് ബിങ്ങക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചെറിയ രീതിയിലുള്ള എമൗണ്ട് മാത്രമേ ഇതിൽ കിട്ടുക. 10 മിനിറ്റ് കൊണ്ട് കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചെറിയ രീതിയിലുള്ള എമൗണ്ട്സ് മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണ്ടു. നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനകത്ത് നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം, നമ്മുടെ USDT ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യൻ റുപ്പി വരുന്നത് 1.26 ആണ്. ₹1.26 കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഇൻറ്റർണൽ ട്രാൻസ്ഫർ എന്നിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ കാണാം സക്സസ് ആയിട്ടുണ്ട്. വർക്കിംഗ് ബോട്ടാണ്, എത്ര നാൾ വർക്കിംഗ് ഉണ്ടാകുന്നറിയില്ല. അത് ചിലപ്പോൾ ഇതിൻ്റെ എയർ ഡ്രോപ്പിൻ്റെ സീസൺ കഴിയുമ്പോൾ തന്നെ അത് ഓവറാകുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രീ ആണ്, ഓപ്പൺ ചെയ്യുക, കളക്ട് ചെയ്യുക, ഇത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ.